ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 3. പ്രതീക്ഷയുടെ മഴവില്ല് കണ്ടെത്തുമ്പോൾ. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സങ്കീർത്തനം 42:5. ഒക്ടോബറിലെ അവധിയുടെ സമയത്ത് കഠിനമായ വേദനയുമായുള്ള പോരാട്ടത്തിൽ ചില ദിവസങ്ങൾ മുറിയിൽ തന്നെ തുടരുവാൻ ഞാൻ നിർബന്ധിതയായി. എൻ്റെ അവസ്ഥയും അന്തരീക്ഷം പോലെ മേഘാവൃതമായിരുന്നു. ഒടുവിൽ ഞാൻ എൻ്റെ ഭർത്താവിനോടൊത്ത് അടുത്തുള്ള ഒരു ലൈറ്റ് ഹൗസിൽ കാഴ്ചകൾ കാണാൻ പോയപ്പോൾ കാർമേഘം ഞങ്ങളുടെ കാഴ്ച നന്നേ മറച്ചിരുന്നു. എങ്കിലും ഞാൻ തണൽ നിറഞ്ഞ മലകളുടെയും തെളിച്ചമില്ലാത്ത ചക്രവാളത്തിൻ്റെയും ചിത്രമെടുത്തു. പിന്നീട് രാത്രിയിലുണ്ടായ മഴ മൂലം അകത്തിരുന്നപ്പോൾ ഞാൻ നിരാശയോടെ ചിത്രങ്ങളിലൂടെ കണ്ണോടിച്ചു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ഞാൻ ക്യാമറ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു മഴവില്ല്. നേരത്തെ അന്ധകാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ അപ്രതീക്ഷിതമായ പ്രത്യാശയുടെ വെളിച്ചം കൊണ്ട് എൻ്റെ ക്ഷീണിച്ച ആത്മാവിനെ ദൈവം നവീകരിക്കുന്നത് എനിക്ക് നഷ്ടമായി. ശാരീരികമായോ മാനസികമായോ ആയ കഷ്ടതകൾ നമ്മെ പലപ്പോഴും നിരാശയുടെ പടുകുഴിയിലേക്ക് വള്ളിച്ചിഴച്ചേക്കാം. ഉന്മേഷത്തിനായുള്ള നമ്മുടെ കാത്തിരിപ്പിൽ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെയും അനന്തമായ ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലുകൾക്കായി നാം ദാഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്കും മറ്റുള്ളവർക്കുമായി കടന്നു വന്ന എണ്ണമറ്റ സമയങ്ങളെ നാം ഓർത്താൽ ഇപ്പോഴത്തെ സാഹചര്യം എത്ര മോശമായിരുന്നാലും നമ്മുടെ പ്രതീക്ഷ ദൈവത്തിൽ ഭദ്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. തെറ്റായ മനോഭാവങ്ങളോ പ്രയാസമേറിയ സാഹചര്യങ്ങളോ നമ്മുടെ കാഴ്ച മറയ്ക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും വചനം വായിക്കുവാനും അവിടുത്തെ വിശ്വസ്തതയിൽ ആശ്രയിക്കുവാനുമായി അവൻ നമ്മെ ക്ഷണിക്കുന്നു. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഇരുൾ നിറഞ്ഞ ദിവസങ്ങൾക്കുമേൽ പ്രതീക്ഷയുടെ മഴവില്ലുകൾ കാണുവാനിടയാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ചിന്തിക്കുക, എപ്പോഴാണ് തെറ്റായ മനോഭാവം നിങ്ങളുടെ കാഴ്ചയെ വിപരീതമായി ബാധിച്ചിട്ടുള്ളത്? നിങ്ങളുടെ പ്രതീക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാം? ദൈവത്തിന് മഹത്വം.